ലാലൂർ ദേവസ്ഥാനമേ അഭയം. നമസ്കാരം, ലാലൂർ ദേവസ്ഥാനമാണ്. ഇന്നും വശ്യം തന്നെയാണ്. പറഞ്ഞ് ഒരുപാട് തവണ ഞാൻ ഇതിനെക്കുറിച്ച് പറയാറുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും ഓരോ സംശയങ്ങളാണ് ഓരോരുത്തർക്കും. പലർക്കും ഈ വശ്യകർമ്മം ഞാൻ പലയിടത്തും പോയി അവിടെ ചെയ്തു, ഇവിടെ ചെയ്തു, മറ്റോടത്ത് ചെയ്തു എന്നൊക്കെ പലരും പറഞ്ഞിട്ടാണ്. എല്ലാവരും അത് അവസാനം പറയുന്നത് ഒരു 10 സ്ഥലത്തെങ്കിലും ഞാൻ പൈസ കൊടുത്ത് കർമ്മം ചെയ്തു, നടന്നില്ല. അപ്പം ഞാൻ ചോദിക്കാം, അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ വന്നത്? അപ്പോൾ അറിയാം, ഇവിടെയും കൂടി ഒന്ന് പരീക്ഷിക്കാനായിട്ട് വരണവരാന്ന് പറയണ പലരും. അപ്പോൾ പരീക്ഷിക്കാനുള്ള സ്ഥലമല്ല ലാലൂർ ദേവസ്ഥാനം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. വിശ്വാസപൂർവം വരാനുള്ളവർ വരിക. അതായത് ലാലൂർ ദേവസ്ഥാനത്തെ കരിങ്കുട്ടിസ്വാമിയാണ് ഇവിടുത്തെ പ്രധാന മൂർത്തി. ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. കരിങ്കുട്ടിസ്വാമി നിങ്ങളുടെ കാര്യം 101% നടത്തി തരുന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് വരിക. പിന്നെ മറ്റുള്ള ക്ഷേത്രങ്ങൾ പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് കർമ്മങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അതുപോലെ ഒന്നല്ല ഇവിടെ. ഇനിയിപ്പോൾ അവിടെ ചെയ്തത് അങ്ങനെയാണോ ഇങ്ങനെയാണോ ഇതൊന്നും ഞാൻ അവരൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതികൾ, ഓരോ ഗുരുക്കന്മാരുടെ രീതികളാണ്. ഞാൻ ഇവിടെ ശീലിച്ച് പോരുന്ന രീതി എന്ന് പറയുന്നത് ഒരു ചില കാര്യങ്ങൾ ചിലവ് കൂടുതലുണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ചിലവർ പറയുന്ന ചിലവ് ഞാൻ അവിടെ ചോദിച്ചപ്പോൾ 2 ലക്ഷം രൂപ പറഞ്ഞു, 3 ലക്ഷം രൂപ പറഞ്ഞു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. വലിയൊരു കൊട്ടാരം പോലെയുള്ള വലിയ ക്ഷേത്രത്തിൽ പോയിട്ട് 5 ലക്ഷം രൂപ കൊടുത്തു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് അവരുടെ കാര്യങ്ങളോ ഇവരുടെ കാര്യങ്ങളോ അവിടെ 5000 രൂപയ്ക്ക് ചെയ്യണ്ടോ 7000 രൂപയ്ക്ക് ചെയ്യണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറോ അന്വേഷിക്കാറോ ഇല്ല. അപ്പോൾ ഇവിടെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വശ്യകർമ്മം ചെയ്യണമെങ്കിൽ നൈവേദ്യ കലശം ചെയ്യണം. ഇവിടെ നൈവേദ്യ കലശം ചെയ്യാനായിട്ട് 6 മൂർത്തികളാണുള്ളത് ഇവിടെ. അതിൽ നിത്യകർമ്മത്തിൽ 5 മൂർത്തികളും കർമ്മങ്ങൾക്ക് 6 മൂർത്തികളാണ് അവിടെ ഉള്ളത്. മനസ്സിലായ? അപ്പോൾ ഈ 6 മൂർത്തികൾക്ക് നൈവേദ്യ കലശം നടത്തണം. നൈവേദ്യ കലശം എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു നൈവേദ്യം എന്ന് പറയുന്നത് തന്നെ ഒരു കുപ്പി, എന്താ പറയുക, ഓരോരുത്തർക്കും ഓരോ കുപ്പി കേട്ടോ. ഒരു കുപ്പി എന്ന് പറയുമ്പോൾ ഇനി ഒരു കുപ്പിയിലേക്ക് കണക്കൂട്ടാന്ന് വെച്ചിട്ടുണ്ട. ഓരോ കുപ്പി മദ്യം, ഓരോ കുപ്പി കള്ള്, ഒരു കുപ്പിയല്ല, ഓരോ വലിയൊരു 1 ലിറ്ററിൻ്റെ കുടുക്കയിലുള്ള കള്ള്, മുറുക്കാൻ, ഒരുപാട് ഐറ്റങ്ങളുണ്ട്. ഇതൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ പറയാറുണ്ട് 85ഓളം ഐറ്റങ്ങൾ ചേർന്നതാണ് ഒരു നൈവേദ്യം. പ്രത്യേകം പറയാം, 85ഓളം ഐറ്റങ്ങൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ, അതായത് കള്ള് കിട്ടണോടത്ത് ബ്രാൻഡി കിട്ടണോടത്ത് മുറുക്കാൻ കിട്ടണോടത്ത്, ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടെന്ന്. നിങ്ങൾക്ക് ഇപ്പോൾ പുതിയതായി കേൾക്കുന്നവരെ സംബന്ധിച്ച് കുഴപ്പമില്ല. പഴയതായിട്ട് കേൾക്കുന്നവർക്ക് അത് ബോറടിക്കും. എപ്പോഴും എന്ത് ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല എന്നുള്ള ചിന്ത വരാം. അപ്പോൾ എന്നാലും പറയണു, ഇല കിട്ടണോടത്ത് കിട്ടില്ല, ഫ്രൂട്ട്സ് കിട്ടണോടത്ത്